ഒരു ഭരണകൂടത്തിന് ഒരാളുടെ ശരീരത്തെ തടവിലാക്കാം, പക്ഷേ അയാളുടെ ഉള്ളിലെ വിപ്ലവത്തെ ചങ്ങലക്കിടാൻ കഴിയില്ല. തടവറയുടെ ഇരുണ്ട ഭിത്തികൾക്കുള്ളിൽ ചോര തുപ്പുന്ന ആസ്മയുടെ ശ്വാസതടസ്സത്തിനിടയിലും സ്വന്തം നിലപാടുകൾ ഒരു പോരാട്ടമാക്കി മാറ്റിയ ഒരു സ്ത്രീ, സ്നേഹലത റെഡ്ഡി. ബ്രിട്ടീഷ് ചൂഷണങ്ങളോടുള്ള പ്രതിഷേധമായി ചെറുപ്പത്തിലെ തന്റെ ക്രിസ്ത്യൻ നാമം വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ച വിപ്ലവകാരി. സംസ്കാര എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയിലെ ജാതീയതയുടെ മുഖംമൂടികൾ വലിച്ചു കീറിയ പ്രതിഭ. 1975 അടിയന്തരാവസ്ഥയിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ മിസ എന്ന കരിനിയമം ചുമത്തി ഭരണകൂടം അവരെ തുറങ്കലിലടച്ചു. വിചാരണ പോലുമില്ലാതെ 8 മാസത്തോളം കടുത്ത മാനസിക പീഡനങ്ങൾ, നഗ്നയാക്കിയുള്ള പരിശോധനകൾ. പക്ഷേ ആ പോരാളി തളർന്നില്ല. ജയിലിനുള്ളിലെ അവകാശങ്ങൾക്കായി അവർ പടപൊരുതി. തടവറയുടെ അപമാനങ്ങളിലും ഭയത്തിലും കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് അവർ പാട്ടുകളിലൂടെയും കലയിലൂടെയും പ്രതിരോധത്തിന്റെ കരുത്ത് പകർന്നു നൽകി. കടുത്ത ആസ്മ രോഗിയായിരുന്ന അവർക്ക് ഭരണകൂടം കൃത്യമായ ചികിത്സ പോലും നിഷേധിച്ചു. ഇരുണ്ട മുറികളിൽ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുമ്പോഴും സ്വയം അഡ്രിനാലിൻ കുത്തിവെച്ച് അവർ ആ ജയിൽ മുറികളിൽ നിലപാടുകളിൽ ഉറച്ചുനിന്നു. ഇൻ എ റിയൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഇറ്റ് ഈസ് ആൾവേസ് 3 o'clock in the morning. ജയിൽ ഡയറിയിൽ അവർ കുറിച്ച ഈ വരികൾ ഒരു യാചനയായിരുന്നില്ല, ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കെതിരെയുള്ള കുറ്റപത്രമായിരുന്നു. അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ പരോളിലിറങ്ങി ദിവസങ്ങൾക്കകം വെറും 44-ാം വയസ്സിൽ ആശ്വാസം നിലച്ചു. അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം ജീവൻ നൽകി പൗരാവകാശത്തിനായി പൊരുതിയ വിപ്ലവ നക്ഷത്രമാണ് സ്നേഹലത റെഡ്ഡി.